എന്നും രാവിലെ ഒരു കൈക്കുഞ്ഞിനെയും എടുത്ത് സ്കൂളിലേക്ക് കിലോമീറ്ററുകളോളം നടന്നുപോകുന്ന ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കാഴ്ച ആ നാട്ടുകാർക്കും അവളുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമെല്ലാം സുപരിചിതമാണ്. എന്നാൽ ആ സങ്കട കാഴ്ചയ്ക്ക് പിന്നിൽ വലിയൊരു കഥയുണ്ട്. അമ്മയെ നഷ്ടപ്പെട്ടതോടുകൂടി തന്റെ കുഞ്ഞനുജന്റെ അമ്മ കൂടിയാകേണ്ടി വന്ന ഒരു സഹോദരിയുടെ കഥയാണിത്. അവളുടെ അധ്യാപകൻ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറലോകം അറിയുന്നത്. ഒടുവിൽ സംഭവിച്ചത് കണ്ടു. ആദ്യം ആ കാഴ്ചയ്ക്ക് പിന്നിലെ കഥ എന്താണെന്നറിയാം. അമ്മ എന്ന രണ്ടക്ഷരത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. എന്നാൽ ആ തണൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ? അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ 14-കാരിയായ അസ്മിതയുടെ ജീവിതത്തിലും സംഭവിച്ചത്. ഇതോടെയാണ് തന്റെ കുഞ്ഞനുജന്റെ സംരക്ഷണ ചുമതല ചേച്ചിയുടെ കരങ്ങളിലേക്ക് എത്തിയത്. മലനിരകൾക്കിടയിൽ ഒരു ചെറിയ ഗ്രാമം. അവിടെയാണ് ഈ പെൺകുട്ടിയും കുടുംബവും താമസിച്ചിരുന്നത്. ദാരിദ്ര്യമുണ്ടായിരുന്നുവെങ്കിലും അമ്മയുടെ സ്നേഹത്തണലിൽ അവർ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്രതീക്ഷിതമായി അമ്മ മരണപ്പെട്ടതോടെ ആ കൊച്ചു വീടിന്റെ വിളക്കണഞ്ഞു. ആ വീട്ടിലെ മൂത്ത കുട്ടിയാണ് അസ്മിത. അവൾക്ക് ഈ 1.5 വയസ്സുകാരനായ അനുജന് പുറമെ മറ്റ് 2 സഹോദരങ്ങൾ കൂടിയുണ്ട്. ഇവരുടെ അച്ഛൻ ഒരു സാധാരണ തൊഴിലാളിയാണ്. ഓരോ ദിവസവും പണിക്ക് പോയാൽ മാത്രമേ ആ വീട്ടിൽ ആഹാരം കഴിക്കാൻ പോലും കഴിയുകയുള്ളൂ. അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ അവശേഷിക്കുന്നത് അസ്മിതയും 3 സഹോദരങ്ങളും മാത്രമാണ്. ഈ ചെറിയ പ്രായത്തിൽ ഇളയ അനിയനെ നോക്കാൻ വീട്ടിൽ മറ്റാരുമില്ലാത്തതിനാൽ അവൾക്ക് മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ പഠനം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുക, അല്ലായെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ അനുജനെയും നോക്കുക. അവൾ തിരഞ്ഞെടുത്തത് 2ാമത്തെ വഴി തന്നെയായിരുന്നു. വിദ്യാഭ്യാസം മുടങ്ങിയാൽ തന്റെയും സഹോദരങ്ങളുടെയും ഭാവി ഇരുളടഞ്ഞു പോകുമെന്ന് ആ കൊച്ചുമിടുക്കി തിരിച്ചറിഞ്ഞു. അങ്ങനെ അവൾ ഓരോ ദിവസവും തന്റെ സ്കൂൾ ബാഗിനൊപ്പം തന്റെ കുഞ്ഞനുജനെയും മാറോട് ചേർത്ത് സ്കൂളിലേക്ക് നടന്നു പോകാൻ തുടങ്ങി. രാവിലെ സ്കൂളിലേക്ക് പോകാനുള്ളതെല്ലാം ഒരുക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ സഹോദരങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള കാര്യങ്ങളും അവൾ നോക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ 1.5 വയസ്സുകാരനായ അനുജനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രമെല്ലാം ധരിപ്പിച്ച് ഒരുക്കിയാണ് സ്കൂളിലേക്ക് അവൾ കൊണ്ടുപോകാറുള്ളത്. ക്ലാസ് മുറിയിൽ മറ്റു കുട്ടികൾ കളിച്ചു ചിരിച്ച് ഉല്ലസിക്കുമ്പോൾ അവളുടെ ശ്രദ്ധ മുഴുവൻ തന്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞനുജനിലായിരുന്നു. കുഞ്ഞ് ഉറങ്ങുമ്പോൾ അവൾ വേഗത്തിൽ അധ്യാപകൻ പറയുന്നത് കുറിച്ചെടുക്കും. കുഞ്ഞ് കരയുമ്പോൾ എടുത്ത് താലോലിക്കും. അധ്യാപകൻ അവളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിയന്ത്രിക്കാനാവാതെ അവൾ വിതുമ്പിപ്പോകുന്ന ദൃശ്യം ആരുടെയും കണ്ണു നിറയിക്കുന്നതാണ്. എനിക്ക് പഠിക്കണം സാർ, പക്ഷേ അവളെ നോക്കാൻ വീട്ടിൽ ആരുമില്ല എന്ന് അവൾ പറയുമ്പോൾ ആരുടെയും കണ്ണു നിറഞ്ഞു പോകുമായിരുന്നു. അവളുടെ ഈ അവസ്ഥ കണ്ട അധ്യാപകൻ തന്നെയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് ഈ സംഭവം ദിവസങ്ങൾ കൊണ്ട് എത്തിച്ചേർന്നത്. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് നേപ്പാളിലെ ഒരു ഉൾഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിലും അതിർത്തികളെല്ലാം ഭേദിച്ച കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കാണ് അസ്മിത തമാങ് എന്ന 9ാം ക്ലാസ്സുകാരിയുടെ കഥ കടന്നു കയറിയത്. ദാരിദ്ര്യവും കഷ്ടപ്പാടും പറഞ്ഞ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവർക്ക് മുന്നിൽ അവൾ ഒരു വലിയ പാഠമായി മാറി. വീഡിയോ വൈറലായതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവൾക്ക് സഹായഹസ്തങ്ങൾ എത്തിത്തുടങ്ങുകയും ചെയ്തു. നേപ്പാളിലെയും ഇന്ത്യയിലെയും പല സംഘടനകളും ആ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പ്രാദേശിക സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരികയും സ്കോളർഷിപ്പുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അവൾക്ക് അനിയനെ ഇനി ക്ലാസ് മുറിയിലേക്ക് ചുമന്നു കൊണ്ടുപോകേണ്ടി വരാത്ത രീതിയിൽ കുട്ടിയെ നോക്കാനുള്ള സഹായങ്ങൾ പ്രാദേശിക സംഘടനകൾ ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വൈറൽ വീഡിയോ വലിയ രീതിയിലുള്ള ഓൺലൈൻ ക്യാമ്പയിനുകൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ കൊച്ചു പെൺകുട്ടിയുടെ പോരാട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്കായി ചാനൽ സന്ദർശിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.